ഭൂട്ടാൻ വാഹനക്കടത്തിൽ നടന്മാരുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയതാരാണ്? ഇഡിയാണ്. ഇതാ താരങ്ങളുടെ വീട്ടിലെ റെയ്ഡ്. സ്വർണ്ണപ്പാളി വിവാദം മുക്കാനാണെന്ന വിചിത്രവാദവുമായി രംഗത്തെത്തിയിരിക്കുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കേന്ദ്രമന്ത്രിയായതിനാൽ ഇപ്പോൾ കൂടുതൽ പറയുന്നില്ല എന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു. പാലക്കാട്ടെ കലുങ്ക് സംവാദ പരിപാടിക്കിടെയാണ് പരാമർശം. എനിക്കറിയത്തില്ല, സ്വർണത്തിന്റെ വിഷയം മുക്കാൻ വേണ്ടിയാണോ സിനിമാ രംഗത്തേക്ക് രണ്ടുപേര് വീണ്ടും ത്രാസിൽ കയറ്റി അളക്കാൻ കേരള ജനതയ്ക്ക് വിട്ടുകൊടുത്തിരിക്കുന്നത്. NIA, ED എല്ലാം പരിശോധിക്കുകയും അന്വേഷിക്കുകയും വളരെ ഇന്റൻസിഫൈഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നത് കൊണ്ട് കേന്ദ്ര മന്ത്രിസഭയിൽ ഇരുന്നുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയാൻ പാടില്ല. എങ്കിലും ഈ സർക്കാരിനെ ബാധിക്കുന്ന വിഷയങ്ങൾ വരുമ്പോൾ തിളക്കമുള്ളവരെ മലിനപ്പെടുത്തുക, കളങ്കപ്പെടുത്തുക എന്ന് പറയുന്ന പ്രക്രിയ മാത്രമാണ് പോലീസിനെ ഉപയോഗിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും വരും കഥകൾ. അയ്യപ്പനെ തന്റെ മൂത്ത സഹോദരനായിട്ടാണ് കാണുന്നതെന്നും സുരേഷ് ഗോപി പറയുന്നു. ഇക്ബാൽ അറക്കലുണ്ട്. ഇക്ബാൽ, ഇപ്പോൾ ഈ സുരേഷ് ഗോപിയുടെ കലിങ്ക് പരിപാടി എന്നുള്ളത് കലിങ്ക് വിവാദ പരിപാടി എന്ന് മാറ്റുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. കാരണം ഓരോ കലിങ്കിലിരിക്കുമ്പോഴും ഓരോരോ പുതിയ പുതിയ വിവാദങ്ങൾ അദ്ദേഹം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ സ്വർണ്ണപ്പാളി വിവാദം ആര് മുക്കാൻ ശ്രമിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. സ്മൃതി, അതായത് നേരത്തെ സ്മൃതി സൂചിപ്പിച്ചതുപോലെ തന്നെ സുരേഷ് ഗോപിയുടെ ഈ കലുങ്ക് സംവാദം അത് ഇപ്പോൾ പാലക്കാട് ഇന്നലെ മുതലാണ് ആരംഭിക്കുന്നത്. ആ സമയം മുതൽ തന്നെ സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ സുരേഷ് ഗോപി ഉയർത്തിയിരുന്നു. പക്ഷേ ഇന്ന് ഈ പാലക്കാട് അകത്തേത്തറയിൽ നടന്ന ഈ കലുങ്ക് സംവാദത്തിനിടയിൽ ഈ ദുൽഖറിന്റെ ഉൾപ്പെടെയുള്ള സിനിമാ നടന്മാരുടെ വീടുകളിൽ നടന്ന ED റെയ്ഡുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു വിമർശനം സുരേഷ് ഗോപി ഉയർത്തുന്നുണ്ട്. പക്ഷേ ആ വിമർശനം ചെന്നെത്തുന്നത് സംസ്ഥാന സർക്കാരിലാണ് എന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായി തോന്നുന്ന കാര്യം. സംസ്ഥാന സർക്കാർ ഇപ്പോൾ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ പ്രതിരോധത്തിലായി നിൽക്കുന്ന സമയമാണ്. ആ വിവാദത്തിൽ നിന്ന് ചർച്ച വഴിതിരിച്ചു വിടാൻ വേണ്ടി സംസ്ഥാന സർക്കാരാണ് ഇത്തരത്തിൽ ഈ ദുൽഖർ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ സിനിമാ നടന്മാർക്കെതിരായിട്ടുള്ള ഇത്തരത്തിലുള്ള ആരോപണങ്ങൾക്കും റെയ്ഡുകൾക്കും പിന്നിൽ എന്ന രീതിയിൽ വരുത്തുന്ന രീതിയിലുള്ള ഒരു പരാമർശമാണ് ഇപ്പോൾ സുരേഷ് ഗോപി പറയുകയും ചെയ്തിട്ടുള്ളത്. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇത് നന്നായി തന്നെ അവരുടെ പ്രവൃത്തി ചെയ്യുന്നുണ്ടെന്നും താൻ കേന്ദ്രമന്ത്രി ആയതുകൊണ്ട് ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല എന്ന് മാത്രമാണ് സുരേഷ് ഗോപി പറഞ്ഞ് അവസാനിപ്പിക്കുകയും ചെയ്തത്. അകത്തേത്തറയിൽ നടന്ന കലുങ്ക് സംവാദത്തിനിടയിലാണ് ഒരു ചോദ്യത്തിന് ഉത്തരം പറയുന്നതിനിടയിൽ വളരെ അപ്രതീക്ഷിതമായി ഇത്തരത്തിലൊരു പ്രതികരണം അല്ലെങ്കിൽ ഒരു പരാമർശം സുരേഷ് ഗോപിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. മാത്രമല്ല, അകത്തേത്തറയിൽ നടന്ന ഈ കലുങ്ക് സംവാദത്തിനിടയിൽ ഇന്നും സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള പ്രതികരണങ്ങളും അദ്ദേഹം അല്ലെങ്കിൽ പരാമർശങ്ങളും അദ്ദേഹം നടത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രജ എന്ന് പറയുന്ന വാക്കുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ വിവാദം ഉയർന്നിരുന്നു. ഈ പ്രജ വാക്ക് അത് കൂടുതൽ ഇത്തരത്തിൽ വിവാദമാക്കിയതും ഈ സ്വർണ്ണപ്പാളി വിവാദം അത് വലിയ രീതിയിൽ ചർച്ചയാവാതിരിക്കാൻ വേണ്ടിയാണെന്നുള്ള സുരേഷ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ അടുത്ത വിവാദ പ്രതികരണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്.